അമേരിക്കൻ സൈനികരെ പിടികൂടുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുന്നവർക്ക് 5 ബില്യൺ ഇറാനിയൻ റിയാൽ, അതായത് $30,000 പാരിതോഷികമായി നൽകുമെന്ന് ഇറാൻ സൈനിക മേധാവി അമീർ ഹത്താമി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പദ്ധതിയിൽ പങ്കാളിയാവാൻ നിരവധി പേർ താൽപര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു അമേരിക്കൻ സൈനികനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്ത് കൈമാറുന്നവർക്ക് $30,000 സമ്മാനമായി ലഭിക്കും. എന്നാൽ സ്ത്രീകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇതിന്റെ ഇരട്ടി തുകയായ $60,000 നൽകുമെന്നും ഹതാമി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ സൈനികനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം അതിന്റെ ഇരട്ടി വിലയ്ക്ക് വാങ്ങുകയും പകരം പുതിയ ആയുധം നൽകുകയും ചെയ്യുമെന്നും ഹതാമി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സൈനികന് നേരെ ഉപയോഗിച്ച ആ ആയുധം പിന്നീട് മ്യൂസിയത്തിൽ സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കും. അമേരിക്കയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഇറാനുമായി നടന്ന യുദ്ധത്തിലൂടെ തുറന്ന് കാണിക്കപ്പെട്ടുവെന്നും ഹതാമി ആരോപിച്ചു. പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറണമെന്ന ഇറാന്റെ ആവശ്യം ഹതാമി ആവർത്തിച്ച് പറയുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫ് ഓഫ് ഒമാൻ, ഹോർമോസ് കരടുക്ക് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ അമേരിക്കക്കാർക്ക് ഇനി അനുവാദമില്ലെന്നും ഹതാമി അവകാശപ്പെട്ടു. അമേരിക്ക ഇറാൻ സംഘർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ ദുർബലമായ സ്ഥിതിയിലാണ്. പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചകളും ഏതാണ്ട് ഇല്ലാണ്ടായ മട്ടിലാണ്. അതിനിടെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനിടെ തകർന്നു വീണ ഒരു അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഒരു ദൗത്യം ഒഴികെ ഇറാനിൽ അമേരിക്ക കരസേനയെ ഇതുവരെയും വിന്യസിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അമേരിക്കൻ സൈനികരെ കൊല്ലുകയോ അല്ലെങ്കിൽ പിടികൂടുകയോ ചെയ്യുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമില്ല. അമേരിക്കയും ഇറാനുമായുള്ള ഏകദേശം 40 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. തുടർന്ന് ജൂണിൽ സമാധാന ചർച്ചകൾക്കുള്ള ഒരു തീരുമാനത്തിലെത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ അരങ്ങേറുകയാണ്. പ്രധാനമായും തെക്കൻ ഇറാനിലും ഹോർമൂസ് കരടിക്കിന് ചുറ്റുമാണ് നിലവിലെ സംഘർഷങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നയതന്ത്രപരമായ പുരോഗതിക്കുള്ള സാധ്യതകൾ വിദൂരമാണെങ്കിലും ചില മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇരുപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം ഇപ്പോഴും തുടരുന്നുണ്ട്. ഹോർമൂസ് കരടിക്ക് വീണ്ടും തുറക്കുന്നതിനായി യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുടെ ഒരു പട്ടികയും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ മരണങ്ങൾ ജൂലൈയിലാണ് സംഭവിച്ചത്. എന്നാൽ ഇവരാരും ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടവരല്ല. ജോർദാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടവരാണ് ഈ 17 അമേരിക്കൻ സൈനികരും.